ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണമാസ് വിഷുവിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. നടൻ സിജു സണ്ണി കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ്. സമ്പൂർണ്ണ കോമഡി എന്റർടൈനറാണ് ചിത്രമെന്നാണ് സൂചന. സജിദ് എ ആദ്യമായി സംവിധാനം ചെയ്ത വടക്കൻ സിനിമയിലെ രംഗലിഖ ഗാനത്തിന്റെ വീഡിയോ പുറത്തിറങ്ങി. പൂർണ്ണമായും ഫിൻലൻഡിൽ മഞ്ഞു പെയ്യുന്ന സമയത്ത് ചിത്രീകരിച്ച ഗാനമാണ് രംഗലഖ. ലോകപ്രശസ്ത ഗായികയും ബോളിവുഡിൽ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആളുമായ സെബ് ബഗാഷാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. കൃഷ്ണജിത്ത് എസ് വിജയന്റെ സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടാം മുഖം അടുത്ത മാസം റിലീസിനെടുത്തുമെന്ന് അണിയറ പ്രവർത്തകർ. മണികണ്ഠനാചാരി വ്യത്യസ്തമായ ലുക്കിലാണ് ചിത്രത്തിലെത്തുന്നത്. മറീന മൈക്കിളും അഞ്ജലി നായരുമാണ് ചിത്രത്തിലെ മറ്റ് 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. യു കമ്പനിയുടെയും കണ്ട ഫിലിംസിന്റെയും ബാനറിൽ KT രാജീവും K ശ്രീവർമ്മയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രം ബാറ്റ്മാൻ ദി ഡാർക്ക് നൈറ്റ് ഐമാക്സിൽ റിലീസിനെത്തുന്നു. DC യൂണിവേഴ്സിന് കീഴിൽ ബാറ്റ്മാൻ കഥ പറഞ്ഞ ചിത്രം ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ബാറ്റ്മാൻ ബിഗിൻസിന്റെ 2ാം ഭാഗമാണ്. ചിത്രം മെയ് 23 ഐമാക്സ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗ്രാമീണ നന്മയുടെ കുടുംബകഥ പറയുന്ന ചിത്രം തിരുത്ത് മാർച്ച് 21 തിയേറ്ററുകളിലെത്തുന്നു. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രം AMK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അനിലാണ് നിർമ്മിക്കുന്നത്. നിഷ്കളങ്കവും ശാന്തവുമായ എന്നാൽ വന്യമൃഗശല്യമുള്ള ഗ്രാമത്തിലേക്ക് താമസം മാറി വരുന്ന കുടുംബം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി പിന്നീട് ഗ്രാമത്തിന്റെ ആകെ വിപത്തായി മാറുന്നതും നാടാകെ അതിനെതിരെ പൊരുതുന്നതുമാണ് കഥാസാരം.